പ്രിയപ്പെട്ട പ്രേക്ഷകരോരുത്തരെയും ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായ നമ്മളിൽ അപൂർവം ചിലർക്ക് അറിയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആണ് ഞാൻ നിങ്ങളോട് ചരിത്രത്തിൻ്റെ തെളിവുകളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളും ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക, ലൈക്കും ഷെയറും ചെയ്യുക. നമുക്കറിയാത്ത സംഭവങ്ങൾ ഭൂതകാലത്തും വർത്തമാനകാലത്തിലുള്ളത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഭൂതകാലത്തിലുള്ള എങ്ങനെ അറിയുന്നു? വായനാശീലമുള്ള അധ്യാപകരും ചരിത്ര അധ്യാപകരും മറ്റുള്ളവർക്ക് പഠിതാക്കൾക്കൊക്കെ അറിയാമായിരിക്കാം. ഇത് സ്കൂൾ തലങ്ങളിൽ ഞാനും നിങ്ങളും പഠിച്ചിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഇതിൽ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഒന്നാണ്. ഫൂൽമണി ദാസി എന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ഭൂതകാല ഇന്ത്യയിൽ 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് റൂളിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കൊളോണിയൽ വാഴ്ചക്കാലത്ത് സംഭവിച്ച അതിദാരുണമായ ഒരു അനർത്ഥം, മരിച്ചതല്ല കൊല്ലപ്പെട്ടു പോയ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചരിത്രമാണ് ഇത്. അതാണ് ആ വ്യക്തിയുടെ പേരാണ് ഫൂൽമണി ദാസി. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മഹാത്മ്യത്തിൻ്റെയും മേൽ എന്നും ഒരു ചോദ്യചിഹ്നമായിരുന്നു നിലനിന്നൊരു പേരാണ് ഈ ഫൂൽമണി ദാസി എന്ന ചെറിയ പെൺകുട്ടിയുടെ ചരിത്രം. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചു എന്ന് പരാതി പറയുന്ന ചരിത്രബോധമില്ലാത്ത ചിലരോട് അറിയിക്കാനാണ് ഞാൻ ഈ ചരിത്രം തപ്പിയെടുത്തത്. 1889 ഫൂൽമണി ദാസി എന്ന 10 വയസ്സുകാരിയായ ബംഗാളി ബാലിക കൊല്ലപ്പെട്ടത്. ഫൂൽമണി എന്ന ബംഗാളി പേരിന് പുഷ്പരത്നം എന്നാണ് അർത്ഥം. അങ്ങനെ പല പേരിലും പല അർത്ഥമുണ്ട്. ഇവിടെ അതിനെക്കുറിച്ചല്ല ഞാൻ പരാമർശിക്കുന്നത്. ഈ 10 വയസ്സുകാരിയെ വിവാഹം ചെയ്തത് 30-ലധികം വയസ്സ് പ്രായമായ ഹരിമോഹൻ മെയ്തൈ എന്ന യുവാവാണ്. ശൈശവ വിവാഹത്തിനിരയായി ആദ്യ രാത്രിയിൽ തന്നെ അതിദാരുണമായി ബ്ലീഡിങ് മുഖേന കൊല്ലപ്പെട്ടു. അതുകൊണ്ട് മരിച്ചതല്ല, കൊല്ലപ്പെട്ടു എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. തങ്ങളുടെ അതിമഹത്തായ സംസ്കാരത്തിൻ്റെയും വിശ്വാസ ആചാരങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും ഭാഗമായതിനാൽ ഇന്ത്യക്കാർക്ക് ഇത് വലിയ പ്രശ്നമായി തോന്നിയില്ല. കാരണം സതി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദുരാചാരമായിരുന്നു. അതുപോലെ ഇങ്ങനെ ശൈശവ വിവാഹം വർത്തമാന കാലഘട്ടത്തിലും യു.പിയിൽ ചില BJP നേതാക്കന്മാരുടെ വീട്ടിൽ നടന്നതായിട്ടും അല്ലാതെ നടന്നതായിട്ടുള്ളതൊക്കെ ചരിത്രത്തിലൂടെ ഉണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഭവിച്ചത് ചരിത്രം നിങ്ങൾ ചികഞ്ഞു നോക്കിയാൽ കാണാം. അങ്ങനെയെങ്കിൽ ഭൂതകാലത്തെ അവസ്ഥ അതൊരു പുതുമയായിരുന്നില്ല. എന്നാൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതൊരു വലിയ പ്രശ്നമായി, ചോദ്യചിഹ്നമായി. പെൺകുട്ടികളുടെ വിവാഹപ്രായം 12 വയസ്സിന് മുകളിലാക്കി ഉയർത്താനുള്ള നിയമം AD 1891 ഏജ് ഓഫ് കൺസെന്റ് ആക്ട് അവർ പാസാക്കി. വലിയ തോതിലുള്ള പ്രതിഷേധം നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും രാഷ്ട്രീയ മത നേതാക്കളിൽ നിന്നും ഉണ്ടായി. എങ്കിലും അക്കാലത്തെ, അതായത് 20-ാം നൂറ്റാണ്ട് വരെയുള്ള യൂറോപ്യൻസ് മറ്റ് പാശ്ചാത്യർക്കൊക്കെ മോറലായിട്ട് കുറെ കാര്യങ്ങൾ നിലനിർത്തിയിരുന്നു. മനസ്സിലായോ? അന്നത്തെ ഉള്ളവർക്ക് ഭരണാധികാരികളും വ്യക്തികൾക്കും ധാർമ്മിക വിഷയത്തിൽ അവർ ക്രിസ്തീയത പുലർത്തുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും വർത്തമാനകാലത്ത് അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം പാശ്ചാത്യരില്ല എന്നുള്ളത് നമ്മൾ സത്യമായി ഓർക്കേണ്ടതാണ്. എന്നാൽ അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഈ മൊറാലിറ്റിയുടെ മുൻപിൽ ഇതൊരു പ്രശ്നമായി തോന്നിയത് കൊണ്ട് അവർ ഇന്ത്യക്കാരിൽ നിന്ന് നേരിട്ട തിരസ്കാരങ്ങളെ അല്ലെങ്കിൽ എതിർപ്പുകളെ പാടെ അവഗണിച്ച് അവർ നിയമം പാസാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന ഒരു വ്യക്തിയാണ്, ചരിത്രത്തിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്, ബാലഗംഗാധര തിലകൻ. ഈ ബാലഗംഗാധര തിലകനും ഉൾപ്പെടെ ഈ നിയമത്തെ അതിരൂക്ഷമായി എതിർത്തു. സംശയമുള്ളവർക്ക് AD 1891 റഫറൻസ് വിക്കിപീഡിയ ഏജ് ഓഫ് കൺസെന്റ് ആക്ട്. അതിനുശേഷം റോയ് എന്ന മനുഷ്യൻ നേതൃത്വത്തിൽ, അദ്ദേഹം ബംഗാളിയായിരുന്നു,
ബംഗാളിൽ തൻ്റെ സംസ്ഥാനത്ത് നടന്ന ഈ ഹീനമായ പ്രവൃത്തി അദ്ദേഹവും ഹൈന്ദവനായിരുന്നുവെങ്കിലും അല്പമായ ബ്രിട്ടീഷുകാരോടും മറ്റ് പാശ്ചാത്യരും, ഈ ബ്രിട്ടീഷുകാർ ആദ്യം വന്നത് ഈ ലണ്ടൻ ഇന്ത്യയിൽ കൽക്കത്തയിലായിരുന്നുകൊണ്ട് അവരുമായി നല്ല സൗഹൃദങ്ങളും ഡിബേറ്റുകളും മതപരമായ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നുണ്ട്. രാജാറാം മോഹൻ റായ്ക്ക് ഈ വക പറഞ്ഞ കാര്യങ്ങളിൽ തൻ്റെ രാജ്യത്ത് നിലനിൽക്കുന്ന ദുരാചാരങ്ങളോട് അദ്ദേഹം എതിർക്കുകയും തൻ്റെ സമൂഹത്തെ ബോധവൽക്കരണം നടത്തി ഗ്രാമങ്ങൾ 1829 സതി എന്ന ദുരാചാര നിയമം നിർത്തലാക്കാനും ഈ സംഭവം കാരണമായി എന്ന് മറക്കരുത്. അപ്പോൾ ഏത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർക്കണം, ഒരു രാജ്യത്ത് ഒരു വിഷയം ഉണ്ടാകുന്നത് ഈ ചില വർഷങ്ങൾക്ക് മുമ്പ് പശ്ചിമേഷ്യയിൽ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി. പേര് കേൾക്കുമ്പോൾ വളരെ സുതാര്യമായി തോന്നുമെങ്കിലും കുറെ വർഷങ്ങളായി മധ്യപൂർവേഷ്യയിൽ യമനിലും ഈജിപ്തിലും ഒമാനിലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ദുർഭരണങ്ങളും ജനങ്ങൾ കുറേശ്ശെയായി വീടുകളിൽ തെറ്റായി സംസാരിച്ചു തുടങ്ങി അവസാനം തെരുവീതിയിലേക്ക് ഇറങ്ങിയ ചെറിയ വിപ്ലവമാണ്. അത് പെട്ടെന്ന് തന്നെ കെട്ടടങ്ങി വലിയൊരു മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിലും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മുല്ലപ്പൂ വിപ്ലവം പോലെ ഇതും ലോകത്തിലെ ചരിത്രത്തിൽ ഞാനും നിങ്ങളും പരിശോധിച്ചാൽ വളരെ ചെറിയ ഒരു തീപ്പൊരി മതി ഉണങ്ങിയ ഒരു വൈക്കോൽ കൂമ്പരത്തിൽ ഉണങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിലേക്ക് തീ പിടിക്കാൻ വലിയ ബോംബ് എറിയണ്ട, പെട്രോൾ ഒഴിക്കണ്ട, മറിച്ച് ഒരു തീപ്പൊരി മതി എന്നതുപോലെ ഈ ലോക രാജ്യങ്ങളിലെല്ലാം തന്നെ മനുഷ്യനുള്ളിൽ ഗൂഢമായി കിടക്കുന്ന ഭരണാധികാരികളോടും രാജാക്കന്മാരോടും ചക്രവർത്തിമാരോടുള്ള നീരസങ്ങളും ഒക്കെ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടുന്നതാണ് പലതിൻ്റെയും വിപ്ലവം. വിപ്ലവം എന്നുള്ളതിന് മാറ്റം എന്നാണ് മലയാളത്തിൽ അർത്ഥമെങ്കിലും ഇതൊക്കെ ഒരു റിവല്യൂഷനായി തീരാൻ കാരണം പെട്ടെന്ന് ഒരു നാളിൽ സംഭവിക്കുന്നതല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടായതും പെട്ടെന്നൊരു നാളിലല്ല. ഈ പറഞ്ഞ പാശ്ചാത്യർ, പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇവരൊക്കെ വന്ന് നമ്മുടെ രാജ്യത്തെ അന്നുണ്ടായിരുന്ന ഭരണാധികാരികൾ അവരുടെ കഴിവില്ലായ്മകളും നട്ടല്ലില്ലായ്മകളും നിമിത്തം സ്വന്തം നാട്ടുകാരെന്നുള്ള എതിർപ്പുകളെ അവഗണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ജയിക്കുവാൻ ഓവർകം ചെയ്യാൻ വേണ്ടി പാശ്ചാത്യരെ കൂട്ടുപിടിച്ച അനവധി ചരിത്രങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യക്കാരും വൈദേശികരും. അതുമൊക്കെ ഞാൻ തുടർന്ന് എപ്പിസോഡിൽ എടുക്കാം. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പാശ്ചാത്യർ ഇവിടെ വന്നത് 4 കൂട്ടരും ബിസിനസ്സിന് വേണ്ടി മാത്രമാണ്, കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാൽ അങ്ങനെ വന്നവരുടെ കയ്യിൽ ഇന്ത്യക്കാർ അതുവരെ കണ്ടിട്ടില്ലാത്ത തോക്കും മറ്റായുധങ്ങളും അവരുടെ കഴിവും അവരുടെ സേനാബലവും അവരുടെ അതായത് പ്രത്യേക നിലയിലുള്ള അന്ന് വരെ ഇന്ത്യക്കാർ കണ്ടിട്ടില്ലാത്ത കൃത്യമായ ട്രെയിൻഡ് ആയിരിക്കുന്ന ആർമികളും കേഡർ പാർട്ടിയുടെ രൂപമുള്ള പാശ്ചാത്യരെ അവർക്ക് ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ കച്ചവടത്തിന് വന്നവരെ ഇന്ത്യക്കാരായ ഭരണാധികാരികൾ അത് എല്ലാവരും തന്നെ ആശ്രയിച്ച് അവർ പാശ്ചാത്യർക്ക് അടിമയായി അങ്ങനെ ക്രമേണ നൂറ്റാണ്ടുകളോളം അവർ നമ്മളെ ഭരിച്ചു. ബ്രിട്ടീഷുകാർ തന്നെ 200 വർഷത്തോളവും മറ്റുള്ളവർ ചേർന്ന് നൂറ്റാണ്ടുകളോളം 15-ാം നൂറ്റാണ്ട് മുതൽ 1947 വരെ സുദീർഘമായി പാശ്ചാത്യർ ഇന്ത്യക്കാരെ ഭരിച്ചെങ്കിൽ അത് ഇന്ത്യക്കാരുടെ മാത്രം കഴിവില്ലായ്മ കൊണ്ടാണ്. നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികളുടെ കഴിവില്ലായ്മയാണ്. അതിൽ അപൂർവം ചിലർ, എണ്ണിപ്പറയാവുന്ന വിരലെണ്ണ ആൾക്കാർ മാത്രം, ഒരു ശിവജിയോ പിന്നെ പഴശ്ശിയോ അതുപോലെ ചുരുക്കം, പിന്നെ ടിപ്പു സുൽത്താനോ, അങ്ങനെ വിരലുണ്ടാവുന്ന ചുരുക്കം പേര് മാത്രമേ ഈ പാശ്ചാത്യരോട് ഒറ്റപ്പെട്ട നിലയിൽ അവരെതിർത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരെ അങ്ങോട്ട് പോയി. എന്തിന്? തിരുവിതാംകൂർ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അവർക്ക് ആവശ്യം വന്നപ്പോഴൊക്കെ
പാശ്ചാത്യരുടെ സേനാബലത്തെയും ആയുധത്തെയും മറ്റ് കഴിവുകളെയും അവർ വില കൊടുത്തു വാങ്ങി. ചരിത്രം ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് പാശ്ചാത്യർ നമ്മളെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻ തലമുറകളും നമ്മുടെ ഭരണാധികാരികൾ മാത്രമാണ് കാരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രങ്ങൾ ഒത്തിരി ഉണ്ട് ഇവിടെ. അത് തപ്പി എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. എന്നിട്ട് സ്വയം നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്ത്, ഇന്ത്യക്കാരായ നമുക്ക് എന്താണ് കുഴപ്പം, നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ കുഴപ്പം എന്താണ്? ഏകീകൃതമില്ലാത്ത വ്യത്യസ്തമായ മതങ്ങളും വ്യത്യസ്തമായ സംസ്കാരങ്ങളുമായി ഈ ഇന്ത്യ രാജ്യം അന്നും ഇന്നും ഒരുപോലെ രൂപീകൃതമായിരുന്നു. ഇപ്പോഴും ഈ സമയം വരെയും വിഭജിച്ച് കിടക്കാൻ കാരണം ഇവിടുത്തെ നിലനിന്ന സംസ്കാരങ്ങളും മതത്തിൻ്റെ തെറ്റായ കാഴ്ചപ്പാടുകളാണ്. ഞാൻ മുൻപ് പല എപ്പിസോഡിൽ ഓർപ്പിച്ചിട്ടുണ്ട്, നവോത്ഥാനത്തിലേക്ക് പാശ്ചാത്യരെ യൂറോപ്യന്മാരെ എത്തിച്ചത് ഒന്നിക്കൂടുതൽ ഭാഷ, ലാറ്റിനും പിന്നെ ഗ്രീക്കും പിന്നെയാണ് ഇംഗ്ലീഷ് ആധുനികമാണ്. രണ്ട് ഭാഷകൾ, ഒരു മതം. അങ്ങനെയാണ് യൂറോപ്യന്മാർ ഐക്യതയോടെ നേടിയെടുത്തതും നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവന്നതും ആ രാജ്യം പുരോഗമിച്ചതും. അങ്ങനെ യൂറോപ്പ് വഴി മറ്റു ആൾക്കാരൊക്കെ ലോകത്തിലെല്ലാം വിജയത്തിലേക്ക് എത്തിയതും കാരണം. എന്നാൽ ഇന്ത്യക്ക് അത് സംഭവിക്കാത്ത കാരണം ഏകീകൃതമായ ഒരു ഭരണഘടനയോ ഐക്യതയോടില്ല. ജനമൊന്നാകുന്നില്ല, ജനങ്ങളുടെ സംസ്കാരം ഒന്നാകുന്നില്ല. ഇന്നും ബഹുജനം പലവിധം, ബഹുഭാഷ, പല പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പം ഇന്ത്യൻ സ്ലേവറി ആക്റ്റും 1843 പിന്നെ ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് 1856 ഇവയും ബ്രിട്ടീഷുകാരാണ് നിർത്തൽ ചെയ്തത്, മറക്കരുത്. സതി, ശൈശവിവാഹം, സ്ലേവറി ആക്ട്, ഹിന്ദു വിഡോസിൻ്റെ ഹൈന്ദവരായ വിധവമാരുടെ റീമാരേജ് ആക്ടിനും ബ്രിട്ടീഷുകാരാണ് മുൻകൈയെടുത്ത്. ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ, ഹൈന്ദവ സ്ത്രീകൾ വിധവമാരായാൽ സതിക്ക് വീണ്ടും ഭാഗധേയമാകാതിരിക്കാൻ അവരെ ഈ ബ്രിട്ടീഷുകാർ, അവരുടെ ഭരണാധികാര ദീർഘവീക്ഷണമുള്ളവർ, ഇന്ത്യക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി കരുതിയതാണ് ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് 1856. അപ്പം പല നിയമങ്ങൾ രൂപപ്പെടുത്താനും നിയമപരമായി ഇന്ത്യക്ക് അത് സഹായമായി തീരാൻ കാരണം ഫൂൽമണി ദാസി എന്ന 10 വയസ്സുള്ള പെൺകുട്ടിയെ ആദ്യ രാത്രിയിൽ തന്നെ, അത് പീഡിപ്പിക്കപ്പെട്ടതല്ല, ഔദ്യോഗിക കഴിച്ചാണെങ്കിലും കൊല്ലപ്പെട്ടത് കാരണം ഈ 30 വയസ്സിലധികം പ്രായമുള്ള ഒരു മനുഷ്യന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊന്ന് യുവതലമുറയോട് പറയട്ടെ. നിങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ വർത്തമാനകാലത്ത് കാണുന്നതും കേൾക്കുന്നതല്ല ചരിത്രം. ചരിത്രത്തിൻ്റെ വഴിത്താരയിൽ കൂടെ നിങ്ങൾ പോയി, നിങ്ങൾ മെനക്കെട്ടിരുന്ന രാത്രിയും പകലിന് വ്യത്യാസമില്ലാതെ യഥാർത്ഥമായ ചരിത്രം നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ചൊരു വിധിയെഴുത്ത് നടത്തുക. എന്തുകൊണ്ടാണ് വൈദേശികരിവിടെ വരാൻ കാരണം? നമ്മൾ എങ്ങനെയാണ് അടിമപ്പെട്ടത്? നമ്മൾ ഇന്നും അടിമത്തത്തിലല്ലേ? സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളുന്ന സംസ്കാരവും ആഭിജാത്യവും വിദ്യാഭ്യാസവും ഒക്കെ സനാതനധർമ്മങ്ങളോ മറ്റിതിൻ്റെ ഒന്നും പേരിലില്ലാതെ വ്യക്തിപരമായ അവനവൻ്റെ വിശ്വാസധാരയിൽ ഉറപ്പോടെ വിശ്വസിക്കാനും ജീവിക്കാനും കഴിഞ്ഞ കൊണ്ട് നമുക്ക് വഴിയൊരുക്കി തന്നത് ഈ പാശ്ചാത്യരാണെന്ന് മറക്കരുത്. അതുകൊണ്ട് ചരിത്രത്തിലേക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണുക, ഷെയർ, ലൈക്കും ചെയ്യുക. ചാനൽ അഭിനവ.